നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ ഇന്ന് വന്നേക്കും തന്നെ. ആമീൻ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് സെപ്റ്റംബർ മാസം 15-ാം തീയതി. 1912 സെപ്റ്റംബർ 15-ന് മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിതമായി. പരിശുദ്ധനായ വട്ടശ്ശേരിൽ മോർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ പരുമലയിൽ കൂടിയ മാനേജിംഗ് കമ്മിറ്റി കണ്ടനാട് ഇടവകയുടെ മുറിമറ്റത്തിൽ പൗലൂസ് മോർ ഈവാനിയോസിനെ കാതോലിക്കയായി വാഴിക്കുന്നതിന് തീരുമാനിച്ചു. അതനുസരിച്ച് 1912 സെപ്റ്റംബർ 15-ാം തീയതി ഞായറാഴ്ച നിരണം വലിയ പള്ളിയിൽ വെച്ച് മാർ ഈവാനിയോസിനെ മോർ ബസേലിയോസ് എന്ന നാമത്തിൽ മലങ്കര സഭയുടെ സുന്നഹദോസെ കാതോലിക്കയായി വാഴിച്ചു. പ്രസ്തുത ചടങ്ങിൽ അന്ത്യോക്യൻ പാത്രിക്കീസ് അബ്ദീദ് മശിഹ പാത്രിയർക്കീസും സന്നിഹിതനായിരുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ ആധുനിക ചരിത്രത്തിന് ജന്മം ലഭിച്ച മനോഹര ദിവസമാണിത്. 108-ാം വാർഷികം കാതോലിക്ക സ്ഥാപനത്തിൻ്റെ നിർവഹിക്കുന്ന ഈ സന്ദർഭം ആധുനിക മലങ്കര സഭയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വത്വബോധത്തിൻ്റെയും നവീനമായ കാഴ്ചപ്പാടിൽ സഭയുടെ വളർച്ച സംഗതമാകട്ടെ എന്നാശംസിക്കുകയാണ്. കാതോലിക്ക സ്ഥാപനത്തിൻ്റെ അർത്ഥമെന്താണ്? യഥാർത്ഥത്തിൽ സഭയുടെ സ്വാതന്ത്ര്യം മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭ അതിൻ്റെ സ്വയശീർഷക സാഹചര്യത്തിലേക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കും നീങ്ങിയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കാതോലിക്കേറ്റ് സ്ഥാപനം. കാതോലിക്കേറ്റ് സ്ഥാപനത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സഭാചരിത്രത്തിൽ വ്യത്യസ്ത നിലകളിലായി നിലകൊള്ളുന്നുണ്ട്. കാതോലിക്കേറ്റ് പുനഃസ്ഥാപനമെന്നും കാതോലിക്കേറ്റ് സ്ഥാപനമെന്നും തിഗ്രീസിലെ മഫ്രിയാനൈറ്റ് മലങ്കരയിലേക്ക് പുനഃസ്ഥാപിച്ചതാണെന്നും അല്ല പേർഷ്യൻ സഭയിലെ സെലൂക്കയിൽ നിലനിന്ന കാതോലിക്കേറ്റ് മലങ്കരയിലേക്ക് മാറ്റി സ്ഥാപിച്ചതാണെന്നും ഇങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ മലങ്കര സഭയുടെ ചരിത്രം പഠിക്കുകയും മലങ്കര സഭയുടെ ചരിത്രത്തിൻ്റെ തോമാശ്ലീഹ മുതലുള്ള അപ്പോസ്തോലിക പാരമ്പര്യത്തിലുള്ള വളർച്ച അത് പഠിക്കുകയും ചെയ്യുമ്പോൾ 1912 സെപ്റ്റംബർ 15 മലങ്കര സഭാ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. AD 52 മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നു. ഉത്തരേന്ത്യൻ പാരമ്പര്യവും ദക്ഷിണേന്ത്യൻ പാരമ്പര്യവും മാർത്തോമാ ശ്ലീഹായുടെ ആഗമനത്തെക്കുറിച്ചുണ്ട്. പ്രത്യേകിച്ച് ആക്ട്സ് ഓഫ് സെൻറ് തോമസ് എന്ന അപ്പോക്രിഫൽ ബുക്ക് തോമാസ് ശ്ലീഹായുടെ മലങ്കര സഭയിലേക്കുള്ള ആഗമനത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ ചരിത്രപരമായ നിലനിൽപ്പിനെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മാർത്തോമാ ശ്ലീഹായുടെ ആഗമനത്തെക്കുറിച്ച് യൗസേബിയസ് മുതൽ ബാർബ്രായ വരെയുള്ള പിതാക്കന്മാരും അതുപോലെ തന്നെ ഇതര ചരിത്രകാരന്മാരുമൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമിൽ പരിശുദ്ധനായ പത്രോസ്ലീഹ സുവിശേഷം പ്രസംഗിച്ച സാഹചര്യവും അതുപോലെ തന്നെ പുരാതന സഭകളുടെ അപ്പോസ്തോലിക പൈതൃകത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം പഠിക്കുമ്പോൾ അതിനേക്കാളൊക്കെ ചരിത്രപരമായി നിലനിൽപ്പുണ്ട് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ മലങ്കര സഭയ്ക്ക് നൽകിയ അപ്പോസ്തോലിക പൈതൃകം. പേർഷ്യൻ സഭയും ഭാരതത്തിലെ മലങ്കര സഭയും തോമാസ് ശ്ലീഹയുടെ അപ്പോസ്തോലിക പൈതൃകം, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മാർത്തോമാ ശ്ലീഹയുടെ ശ്ലൈഹിക സിംഹാസനത്തിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന രണ്ട് സഭകളാണ് പേർഷ്യൻ സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും. ഈ വിഷയം നമ്മൾ കൂടുതൽ വ്യക്തമായി സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അതിൻ്റെ വിവരണത്തിലേക്ക് കടക്കുന്നില്ല. പോർട്ടുഗീസുകാരുടെ ആഗമനം വരെ മലങ്കര സഭയ്ക്ക് ബന്ധമുള്ളത് പേർഷ്യൻ സഭയുമായിട്ടാകുന്നു എന്നത് ലോകത്തിലെ ക്രൈസ്തവ സഭാ ചരിത്രകാരന്മാർ ഗൗരവമേറിയ പഠനം നടത്തിയിട്ടുള്ള ഭൂരിപക്ഷം ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ബാർബറായുടെ എക്ലിയാസ്റ്റിക്സ് അല്ലെങ്കിൽ സഭാചരിത്ര ഗ്രന്ഥത്തിൽ പോലും മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ പിന്തുടർച്ചയെക്കുറിച്ചും ഭാരതസഭയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു എന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ സഭാ പാരമ്പര്യത്തിൽ വ്യക്തമാണ്. അന്ത്യോക്യൻ സഭാ ക്രമീകരണത്തിലും അന്ത്യോക്യൻ സഭാപിതാക്കന്മാരുടെ രേഖകളിൽ പോലും മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യത്തെക്കുറിച്ചും പൗരോഹിത്യ പിന്തുടർച്ച ഭാരതത്തിൽ നിലനിൽക്കുന്നതിനെക്കുറിച്ചും മലങ്കര സഭയിൽ നിലനിൽക്കുന്നതിനെക്കുറിച്ചും പ്രതിപാദനമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. പോർട്ടുഗീസുകാരുടെ വരവ് വരെ മലങ്കര സഭയുടെ ബന്ധം പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു. അതിൻ്റെ കാരണം പേർഷ്യൻ സഭയുടെയും മലങ്കര സഭയുടെയും അപ്പോസ്തോലിക പൈതൃകം പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായാണ്. ഈ ബന്ധത്തിലാണ് പേർഷ്യൻ സഭയും മലങ്കര സഭയും തമ്മിൽ പുരാതന കാലഘട്ടം മുതൽ ബന്ധം നിലനിൽക്കുന്നത്. ചരിത്രപരമായും യാത്രാ രേഖകളുടെ ക്രമീകരണത്തിലും യാത്രകളുടെ സാധ്യതയിലുമെല്ലാം മിഡിൽ ഈസ്റ്റും ഭാരതവുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളും പുരാതന കാലഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നു എന്നത് ഇവിടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തോമാ ശ്ലീഹായ്ക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ വരുവാനും സുവിശേഷം പ്രചരിപ്പിക്കുവാനുമുള്ള സാധ്യത വളരെ വലുതായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പോർട്ടുഗീസുകാരുടെ വരവോടെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണ്. കത്തോലിക്കർ പൂർണ്ണമായും മലങ്കര സഭയെ കത്തോലിക്കവൽക്കരിക്കുവാനുള്ള ശ്രമം നടത്തുകയും അതിൻ്റെ പരിണിതഫലമായി നമുക്കറിയാം, ഇവിടെ ഉദയംപേരൂർ സുന്നഹദോസ് 1599 കൂടി മലങ്കര സഭയെ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിന്നിരുന്ന മലങ്കര സഭയെ പൂർണ്ണമായും കത്തോലിക്ക സഭയുടെ കീഴിലാക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര തെളിവ്, ഇന്ന് ഓരോരുത്തരും ചരിത്രം പറയുമ്പോൾ ചരിത്രത്തോട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പലരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഉദയംപേരൂർ സുന്നഹദോസിൻ്റെ ഡിക്രികൾ വായിക്കണം. ഉദയംപേരൂർ സുന്നഹദോസിൻ്റെ തീരുമാനങ്ങളിലാണ് അന്ന് വരെയുള്ള മലങ്കര സഭയുടെ സ്വഭാവം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ബാബിലോണ്യ പാത്രിക്കീസിൽ നിന്നും പേർഷ്യൻ ആരാധനാ ക്രമീകരണത്തിൽ നിന്നും ബോധപൂർവം മെനസീസെ ഓരോ പ്രസ്താവനകളിലും ഓരോ തീരുമാനങ്ങളിലും ബാബിലോണ്യ ബന്ധത്തിൽ നിന്ന് പേർഷ്യൻ സഭയുടെ ബന്ധത്തിൽ നിന്ന് മലങ്കര സഭ മാറിയിരിക്കണം എന്ന് ആവർത്തിച്ച് ഡിക്രികളിൽ പ്രതിപാദിക്കുകയാണ്. അവിടെ ഒരിടത്ത് പോലും അന്ത്യോക്യൻ സഭയുടെ ബന്ധം മലങ്കര സഭയുമായിട്ടുണ്ടായിരുന്നതായി ഉദയംപേരൂർ സുന്നഹദോസ് തീരുമാനത്തിലില്ല. പ്രഖ്യാപിതമായ 1653 കൂനംകുരിശ് സത്യം റോമാക്കാരുമായിട്ടുള്ള ബന്ധം മലങ്കര സഭ വിച്ഛേദിക്കുന്നു. തോമസ് അർക്കദിയാക്യോൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു. ഞാൻ കാതോലിക്ക സിംഹാസനത്തിൻ്റെ അല്ലെങ്കിൽ കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനത്തിൽ 912 കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ഞാൻ ഇത് വിശദീകരിച്ചത് എൻ്റെ മനസ്സിൽ ശക്തമായി വരുന്നത് ഈ കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനമെന്ന് പറയുന്നത് അതിൻ്റെ മൂല കാരണവും അതിൻ്റെ തുടക്കവും യഥാർത്ഥത്തിൽ 1653 കൂനംകുരിശ് സത്യത്തിൽ തന്നെയാണ്. അന്ന് മുതൽ മലങ്കര സഭയിലെ പിതാക്കന്മാർക്ക് തദ്ദേശീയമായൊരു സഭയുടെ രൂപത്തെക്കുറിച്ചും ഇവിടെ പൂർണ്ണമായി സ്വതന്ത്രമായ വൈദേശിക ബന്ധമില്ലാത്ത ഒരു എപ്പിസ്കോപ്പൽ സഭ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം മലങ്കര സഭയിലെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 12 കശീശന്മാർ ഒരുമിച്ച് 1-ാം മാർത്തോമായെ തോമാ അർക്കദിയോക്യനെ മേൽപ്പട്ടക്കാരനായി വാഴിക്കുന്നത്. കാരണം സഭയുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി വൈദേശിക മെത്രാന്മാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്വതന്ത്ര സഭ മലങ്കരയിൽ ഉണ്ടാകണം. ആ ബോധ്യം നമുക്ക് നൽകിയത് തോമസ് അർക്കദിയാക്യോനാണ്, 1-ാം മാർത്തോമായാണ്. കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനത്തിൽ ഈ 912 കാതോലിക്കേറ്റ് സ്ഥാപനവും 108-ാം വർഷം 2020 ഈ സെപ്റ്റംബർ 15 നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ടതും ആദരപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതും 1-ാം മാർത്തോമായാണ്. അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തീവ്രമായ ശ്രമം ആരംഭിക്കുന്നത്. നമുക്കറിയാം, 1-ാം മാർത്തോമായ്ക്ക് സഹായികളായി കുറവലങ്ങാട്ട് പറമ്പിൽ ചാണ്ടിക്കത്തനാരെയും അകപ്പറമ്പ് വേങ്ങൂർ ഗീവർഗീസ് കത്തനാരെയും
കടുത്തുരുത്തി കടവൽ ചാണ്ടി കത്തനാരെയും കല്ലിശ്ശേരിൽ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തുമ്മൻ കത്തനാരെയും അന്നത്തെ സമൂഹം നിയമിക്കുന്നുണ്ട്. എന്നാൽ കർമ്മലീത്തന്മാർ വന്ന പോർട്ടുഗീസുകാരുടെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ച് പരിപൂർണമായും മലങ്കര ക്രിസ്ത്യാനികളെ റോമാനുഗത്തിൻ്റെ കീഴിൽ അവർ വീണ്ടും കൊണ്ടുവരികയാണ്. 1663 ഡച്ചുകാരെ ഭാരതത്തിൽ വന്നു. പോർട്ടുഗീസ് കോളനി അവർ കീഴടക്കി. പോർട്ടുഗീസുകാർക്ക് നിർബന്ധമായും തിരികെ പോകേണ്ടി വന്നു. എന്നാൽ പോകുന്നതിന് മുൻപ് സെബസ്ത്യാനി, അല്ലെങ്കിൽ പോർട്ടുഗീസ് മിഷണറിയായി ഇവിടെ പ്രവർത്തിച്ച സെബസ്ത്യാനി പറമ്പിൽ ചാണ്ടിക്കത്തനാരെ അലക്സാണ്ടർ ഡിക്കാംബോ എന്ന പേരിൽ മെത്രാനാക്കുന്നു. അങ്ങനെ സീറോ മലബാർ സഭയുടെ ആവിർഭാവം ഉണ്ടാകുന്നു. അദ്ദേഹം മാർത്തോമ ഒന്നാമനെയും ഇട്ടിത്തൊമ്മൻ കത്തനാരെയും മുടക്കി എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സഭയുടെ ഭിന്നത, മലങ്കര സഭ രണ്ടായി തീരുന്നത് റോമാക്കാർ മലങ്കര സഭാ ചരിത്രത്തിൽ ഇടപെട്ട ഈ പോർട്ടുഗീസുകാരുടെ വരവോടുകൂടിയാണ്. അതിനുശേഷം 1665 മോർ ഗ്രീഗോറിയോസ്, യെറൂശലേമിലെ മോർ ഗ്രീഗോറിയോസ് മലങ്കരയിൽ വരുന്നു. മാർത്തോമൻ ഒന്നാമനെ അദ്ദേഹത്തിൻ്റെ 12 കശീശന്മാരാൽ വാഴിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പട്ടത്വം പുനർക്രമീകരിക്കുന്നു എന്നൊക്കെ ചരിത്രം പ്രതിപാദിക്കുന്നു. അതിനുശേഷമുള്ള ചരിത്രം നമുക്ക് വ്യക്തമായി അറിയാം. 1665 മുതലാണല്ലോ അന്ത്യോക്യൻ സഭയുമായി ബന്ധം നമുക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഈ അന്ത്യോക്യൻ വൽക്കരണം 1665 മുതൽ മലങ്കര സഭയിൽ നടമാടുന്നു. എന്നാൽ അതിൻ്റെ ഒരു ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമായി വരുന്നത് 1876 മുളന്തുരുത്തി സുന്നഹദോസാണ്. പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ തിരുമേനി ഇവിടെ എഴുന്നള്ളി. അദ്ദേഹം യഥാർത്ഥത്തിൽ മലങ്കര സഭയെ വ്യത്യസ്തങ്ങളായ മെത്രാസനങ്ങളായി തിരിച്ചു. മലങ്കര മെത്രാപ്പോലീത്തായുടെ അധികാരം അദ്ദേഹം പരിമിതപ്പെടുത്തി. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായി 1876 മുളന്തുരുത്തി സുന്നഹദോസിൽ മലങ്കര സഭയെ പണ്ട് പോർട്ടുഗീസുകാർ ചെയ്ത അതേ രീതിയിൽ മലങ്കര സഭയെ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാക്കി തീർക്കുവാൻ പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ശ്രമിച്ചു. എന്നാൽ അവിടെയും വളരെ ശക്തമായി മലങ്കര മെത്രാപ്പോലീത്ത ദിവന്നാസ്യോസ് തിരുമേനി ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. ദിവന്നാസ്യോസ് അഞ്ചാമൻ തിരുമേനി പാത്രിക്കീസ് പോകുന്നത് വരെ വളരെ നയപരമായി നിലകൊള്ളുകയും എന്നാൽ അതിനുശേഷം പരിമല തിരുമേനി ഉൾപ്പെടുന്ന സമൂഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തി മലങ്കര സഭയുടെ സ്വത്വബോധം നഷ്ടപ്പെടാതെ നിലനിർത്തി. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരുമിച്ച് ചേരുന്നതാണ് 912 കാതോലിക്കേറ്റ് സ്ഥാപനം. 1909 പരിശുദ്ധനായ വട്ടശ്ശേരിൽ പരിശുദ്ധ ഗീവർഗീസ് ദിവന്നാസ്യോസ് തിരുമേനി മലങ്കര മെത്രാപ്പോലീത്ത ആകുന്നത്. അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധികൾ എത്ര ഭയങ്കരമാണ്. 1911 അദ്ദേഹത്തെ അബ്ദുള്ള പാത്രിക്കീസ് മുടക്കുന്നു. 911 മുടക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചരിത്രപരമായി പറഞ്ഞാൽ കാതോലിക്ക സ്ഥാപനത്തിനെ ആക്കം കൂട്ടിയ പ്രധാന സംഭവം. 912 കാതോലിക്ക സ്ഥാപനം നിർവഹിച്ചത് യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സ്വതന്ത്ര സഭയായി നിലകൊള്ളാൻ വേണ്ടി 1 മാർത്തോമ മുതൽ ആരംഭിച്ച ചരിത്രപരമായ പരിശ്രമത്തിൻ്റെ അത് പൂവണിഞ്ഞ നിമിഷമാണ് 912 സെപ്റ്റംബർ 15 1 കാതോലിക്കയെ മലങ്കര സഭ വാഴിച്ചു. ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ പല അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കെല്ലാം ഉണ്ട്. പുനഃസ്ഥാപനമാണ്, അതുപോലെ തന്നെ തിഗ്രീസിലെ മഫ്രിയാനൈറ്റാണ് ഇങ്ങോട്ട് സ്ഥാപിച്ചത്. അത് അന്ത്യോക്യൻ പാത്രിക്കീസിൻ്റെ കീഴിലുള്ള തിഗ്രീസിലെ മഫ്രിയാനൈറ്റാണ്. അതുകൊണ്ട് ഇവിടുത്തെ മലങ്കരയിലെ കാതോലിക്കായും അന്ത്യോക്യൻ പാത്രിക്കീസിന് കീഴിലായിരിക്കണം എന്നൊക്കെ വാദിക്കുന്നവർ അനേകരുണ്ട്. ഞാൻ രണ്ടാമതായിട്ട് ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം പറയുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ യഥാർത്ഥത്തിൽ കാതോലിക്ക സ്ഥാനം അത് AD 290 തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ്. നമുക്ക് ഈ സുറിയാനി പാരമ്പര്യം എന്ന് പറയുമ്പം നമ്മുടെ എല്ലാം മനസ്സിൽ എല്ലാം അന്ത്യോക്യൻ സുറിയാനിയാണ് എന്നൊരു ചിന്തയുണ്ട്. നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റാരെയും
എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാൻ അവകാശമുണ്ട്, സ്വതന്ത്രമായി ചിന്തിക്കട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ റോമ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള സഭാ നേതാക്കന്മാരെ പാത്രിക്കീസന്മാരെന്ന് വിളിച്ചിരുന്നു, പ്രധാന പിതാവെന്ന അർത്ഥത്തിൽ. നമുക്കറിയാവുന്നതുപോലെ യെറൂശലേം, അന്ത്യോക്യ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാണ്ട്രിയ എന്ന 5 പാത്രിക്കേറ്റുകൾ റോമ സാമ്രാജ്യത്തിനുള്ളിലുണ്ട്. റോമ സാമ്രാജ്യത്തിൻ്റെ കിഴക്കുള്ള പേർഷ്യൻ സഭ, ആ പേർഷ്യൻ സഭ മാർത്തോമാ ശ്ലീഹായാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ആദായി മാറി ഇവരാൽ സ്ഥാപിതമായതാണ്. അതിൽ മാറിയാണ് സെലൂക്കിയിലെ 1ാമത്തെ മെത്രാപ്പൊലീത്ത. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പേർഷ്യൻ സഭയ്ക്ക് ഒരു നേതൃത്വം ക്രമീകരിച്ചു. ഏകദേശം AD 290 തന്നെ പേർഷ്യൻ സഭയിൽ കാതോലിക്ക സ്ഥാനം നിലനിന്നു. എന്തുകൊണ്ട് കാതോലിക്ക സ്ഥാനം നിലനിന്നു? റോമ സാമ്രാജ്യത്തിന് പുറത്തുള്ള സഭാസ്ഥാനികൾക്ക് പരമാധ്യക്ഷന്മാർക്ക് കൊടുക്കുന്ന പേരായിരുന്നു കാതോലിക്കോസ് എന്നുള്ള പേര്. അതുകൊണ്ടാണ് റോമ സാമ്രാജ്യത്തിന് പുറത്തുള്ള പേർഷ്യൻ സഭയുടെ പരമാധ്യക്ഷനെ കാതോലിക്കോസ് എന്ന് വിളിച്ചത്. ഇവിടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള അന്ത്യോക്യൻ സുറിയാനി സഭാ അംഗങ്ങൾ താമസിച്ചൊരു സ്ഥലമാണ് തിഗ്രീസ്. ആ തിഗ്രീസിലെ മഫ്രിയാന, അത് ഏകദേശം AD 580-590 കാലഘട്ടത്തിലാണ് ഉണ്ടായത്. എന്നാൽ എന്ന് വെച്ചാൽ 6ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. 6ാം നൂറ്റാണ്ടിൻ്റെ അവസാനമുണ്ടായ തിഗ്രീസിലെ മഫ്രിയാനൈറ്റ് അന്ത്യോക്യൻ സഭയിലെ അന്ത്യോക്യൻ പാത്രിക്കീസിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ പേർഷ്യൻ സഭ സെലൂക്യ ആസ്ഥാനമായ സെലൂഷ്യ ചെസിഫൻ ആസ്ഥാനമായ പേർഷ്യൻ സഭ ഒരു കാലഘട്ടത്തിലും അന്ത്യോക്യൻ സഭയുടെ ഭാഗം അല്ലായിരുന്നു. അന്ത്യോക്യൻ സഭയുടെ പുത്രി സഭയുമല്ല. അതേസമയം എഡേസൻ പാരമ്പര്യത്തിലാണ്. എഡേസൻ സഭയുടെ പുത്രി സഭയായിട്ട് വേണമെങ്കിൽ പേർഷ്യൻ സഭയെ പറയാം. ഈ പേർഷ്യൻ സഭയും അന്ത്യോക്യൻ സുറിയാനി സഭയും പേർഷ്യൻ റോമ സാമ്രാജ്യത്തിൽ അതിന് പുറത്തുള്ള സ്വതന്ത്രമായ 2 സഭകളായി നിന്നു. അതിൽ റോമ സാമ്രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു അന്ത്യോക്യൻ പെട്രിയാർക്കേറ്റ്. അന്ത്യോക്യൻ പെട്രിയാർക്കേറ്റ് റോമ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുകയും എന്നാൽ അതിന് പുറത്തുള്ള പേർഷ്യൻ സഭയായിരുന്നു കാതോലിക്കോസിൻ്റെ, അതല്ലെങ്കിൽ കാതോലിക്കായുടെ ആസ്ഥാനമായി നിലനിന്നിരുന്നത്. ആ പേർഷ്യൻ സഭയുമായിട്ടാണ് മലങ്കര സഭയ്ക്ക് പോർട്ടുഗീസുകാരുടെ വരവ് വരെ ബന്ധമുണ്ടായിരുന്നത്. ഞാനീ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്ത. അബ്ദേദ് മശിഹ പാത്രിക്കീസ് ബാവ തിരുമേനി ഇവിടെ വന്ന് കാതോലിക്ക സ്ഥാപനത്തിന് നേതൃത്വം നൽകി. അന്നത്തെ പ്രത്യേകിച്ചും മുളന്തുരുത്തി സുന്നഹദോസിന് ശേഷമുള്ള സാഹചര്യത്തിൽ 1876 മുളന്തുരുത്തി സുന്നഹദോസിൽ വെച്ച് നവീകരണക്കാരുമായിട്ടുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മലങ്കര സഭ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാണ് എന്നൊരു ചിന്താഗതി വളർന്നു വന്നത് സത്യമാണ്. എന്നാൽ അന്ത്യോക്യൻ പെട്രിയാർക്കേറ്റിൽ നിന്നൊരു ബിഷപ്പ് ഇവിടെ വരുന്നത് 1665 1665 മുൻപ് സ്ഥാപിക്കപ്പെട്ട അനേക പള്ളികൾ മലങ്കര സഭയ്ക്കുണ്ട്. മലങ്കര സഭ 1665 മാത്രം ഒരു ബിഷപ്പ് അന്ത്യോക്യൻ സഭയിൽ നിന്ന് ഇവിടെ വന്നു. ആ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാകത്തില്ല. കാരണം അതിനു മുൻപ് AD 52 മുതലുള്ള ചരിത്രം മലങ്കര സഭയ്ക്കുണ്ട്. മലങ്കര സഭയ്ക്ക് മാർത്തോമാ ശ്ലീഹയുടെ അപ്പോസ്തോലിക പൈതൃകവും പാരമ്പര്യവും ഉണ്ട്. നമ്മുടെ പിറവം വലിയ പള്ളിയും കരിങ്ങാശ്ര പള്ളിയും മണർകാട് പള്ളിയും വളരെ പ്രധാനപ്പെട്ട പള്ളികൾ, കോതമംഗലം ചെറിയ പള്ളിയും ഒക്കെ അന്ത്യോക്യൻ പാത്രിക്കീസിൻ്റെ വരവിന് മുൻപ് മലങ്കര സഭയിൽ നിലനിന്നിട്ടുള്ള പ്രധാന പള്ളികളാണ്. ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥതലം യഥാർത്ഥത്തിൽ കാതോലിക്കേറ്റ് സ്ഥാപനം അത് അബ്ദേദ് മശിഹ പാത്രിക്കീസ് മലങ്കര സഭയിൽ വന്നില്ലായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ കാതോലിക്കേറ്റ് സ്ഥാപനം ആ സാഹചര്യത്തോടനുബന്ധിച്ച് നടന്നേനെ. അത് സഭയുടെ, മലങ്കര സഭയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. മലങ്കര സഭയ്ക്ക് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. റോമിലെ സഭയെപ്പോലെയും പേർഷ്യൻ സഭയെപ്പോലെയും ബൈസാന്റിയൻ സഭയെപ്പോലെയും അപ്പോസ്തോലിക പൈതൃകവും പൗരോഹിത്യവുമുള്ള മലങ്കര സഭയ്ക്ക് അത് സ്വതന്ത്രമായി നിലകൊള്ളുവാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം അതത് പ്രദേശത്ത് സ്വതന്ത്രമായി നിലനിൽക്കുന്നത് പോലെ
മലങ്കര സഭ ഭാരതത്തിൽ സ്വതന്ത്ര സഭയാണ്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ പിതാക്കന്മാരും നമ്മുടെ സഹോദര സഭകളുടെ പരമാധ്യക്ഷന്മാരാണ്. സഹോദര സഭയിലെ പരമാധ്യക്ഷൻ എന്ന നിലയിലും അതുപോലെ തന്നെ നവീകരണക്കാരോടുള്ള ബന്ധത്തിൽ മലങ്കര സഭയ്ക്ക് അതിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ ഏറ്റവും അധികം സഹായിച്ച ഒരു ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിലെ സഹോദരി സഭ എന്ന നിലയിലും പരിശുദ്ധ അന്ത്യോക്യൻ പാത്രിക്കീസിനെ സഭ ബഹുമാനിക്കും, ആദരിക്കും. എന്നാൽ മലങ്കര സഭ സ്വതന്ത്രമാണ്. ഇന്നിപ്പോൾ ഈ 2017 ജൂലൈ 3 വിധിക്ക് ശേഷമുള്ള പശ്ചാത്തലത്തിൽ ഈ കാതോലിക്ക ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചർച്ചകളാകാം, അന്യോന്യം സഹകരിക്കാം, ഇതെല്ലാം നമുക്കാകാം. പക്ഷേ മലങ്കര സഭയിൽ 912 സ്ഥാപിക്കപ്പെട്ട കാതോലിക്കേറ്റ് യഥാർത്ഥത്തിൽ സഭയുടെ സ്വയശീർഷകത്തിൻ്റെ അടിസ്ഥാനമാണ്. റോമാസഭയിലെ പരിശുദ്ധ പോപ്പും അതുപോലെ തന്നെ അന്ത്യോക്യൻ സുറിയാനി സഭയിലെ പരിശുദ്ധ പാത്രിയർക്കീസും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിലെ നമ്മുടെ സഹോദരി സഭകളിലെ എല്ലാ പിതാക്കന്മാരുമായി സഹോദര ബന്ധത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും നമുക്ക് നിലകൊള്ളണം. എന്നാൽ ഒരിക്കൽ പോലും ഇനിയൊരു വിദേശ സഭ അതിൻ്റെ മേലധ്യക്ഷനെ മലങ്കര സഭയുടെ ആത്മീകവും ഭൗതികവുമായ ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അത് കോടതി വിധിയും 34 ഭരണഘടനയും 912 സമാരംഭിക്കപ്പെട്ട കാതോലിക്കേറ്റും അടിവരയിടുന്ന സത്യങ്ങളാണ്. അത് സഭയുടെ പൊതുവായ പ്രവർത്തനത്തിൻ്റെയും സഭയുടെ സാക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളണം. അതാണ് മലങ്കര സഭയിൽ ഏവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ജനാധിപത്യ സാഹചര്യത്തിൽ ഞങ്ങളുടെ പിതാവ് ഇന്ന ആളാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യാം. എന്നാൽ മലങ്കര സഭയെ സംബന്ധിച്ച് സഭയുടെ പരമാധ്യക്ഷൻ മലങ്കര മെത്രാപ്പോലീത്തായും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും ഒരുമിച്ചുള്ള സ്ഥാനമാണ്. മലങ്കര സഭ മാർത്തോമാ ശ്ലീഹയുടെ അപ്പോസ്തോലിക പൈതൃകത്തിൽ നിലകൊള്ളുന്നു. മലങ്കര സഭ സ്വതന്ത്രവും സ്വയശീർഷകവുമാണ്. ഇതിന് ചരിത്രത്തിൽ പ്രാധാന്യം നൽകിയ ദിവസമാണ് 912 സെപ്റ്റംബർ 15. ആ സ്വത്വബോധവും സ്വാതന്ത്ര്യവും ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാനും അപ്പോസ്തോലിക സാക്ഷ്യത്വത്തിൽ യഥാർത്ഥത്തിൽ മാർത്തോമാ ശ്ലീഹായാൽ നമുക്ക് നൽകിയ അപ്പോസ്തോലിക പൈതൃകത്തിൽ നല്ല ക്രിസ്ത്യാനികളായി സഹോദര സ്നേഹത്തോടെ മറ്റെല്ലാ സഭകളുമായി നല്ല ബന്ധത്തിൽ വളരുവാൻ 2020 സെപ്റ്റംബർ 15 കാതോലിക്ക ദിനം അതിൻ്റെ ആഘോഷം നമുക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. Catholic